Hello everyone, welcome to my channel. Today we are going to study the multiplication of integers. In the previous class we have learned the properties of the commutativity, associativity under addition and multiplication. Today we are going to study the multiplication of integers. Multiplication of integers. Multiplication of two integers and positive or negative. There are first multiplication of a positive and a negative integer. Multiplication of positive and a negative integer. We know that the multiplication of the whole numbers is repeated addition. 5 plus 5 plus 5, 5 plus 5 plus 5 plus 5 is equal to 5 into 4. 4 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് പറയാം, റിപ്പീറ്റഡ് അഡീഷൻ ആണെന്ന് പറയാം. അതേപോലെ നമ്മളെ ക്യാൻ യു റെപ്രസെൻറ്റ് ദ അഡീഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് ഇൻ ദ സെയിം വേ. നമുക്ക് സെയിം വേയിൽ നമുക്ക് എന്തെടുക്കാം, ഇൻറ്റിജേഴ്സിലും നമുക്ക് എന്തെടുക്കാം, ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. How to, let us see how to find the product of positive integer and negative integer without using number line. Number line ഇല്ലാതെ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അന്നേരം പോസിറ്റീവ് ഇൻറ്റിജർ 3 ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ, 5 ഈസ് എ നെഗറ്റീവ് ഇൻറ്റിജർ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ഒരു നെഗറ്റീവ് ഇൻറ്റിജറും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തെടുക്കണം, മൾട്ടിപ്ലൈങ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് നെഗറ്റീവ് ഇൻറ്റിജർ വി മൾട്ടിപ്ലൈ ദം. ആദ്യം 3നെയും 5നെയും കൊണ്ട് നമ്മൾ എന്തെടുക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ദം ആസ് എ ഹോൾ നമ്പർ. ഹോൾ നമ്പർ ചെയ്യുന്ന പോലെ 3 into 5 is equal to 15 ആൻഡ് പുട്ട് എ മൈനസ് സൈൻ. എന്നിട്ട് നിങ്ങൾ എന്തെടുക്കണം, ഈ മൈനസ് സൈൻ ഇതിന് ഇട്ട് കൊടുക്കണം ബിഫോർ ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന് മുമ്പിൽ എന്തോ ഇട്ട് കൊടുക്കണം, പുട്ട് എ മൈനസ് സൈൻ. We thus get a negative integer. എന്നാൽ നമുക്ക് എന്ത് കിട്ടും, നെഗറ്റീവ് ഇൻറ്റിജർ കിട്ടും. നെക്സ്റ്റ് എക്സാമ്പിൾ, -4 into 6. എന്നാൽ നെഗറ്റീവ് ഇൻറ്റിജർ, പോസിറ്റീവ് ഇൻറ്റിജർ. ഫസ്റ്റ് വി മൾട്ടിപ്ലൈ 6 into 4 24, പുട്ട് നെഗറ്റീവ് സൈൻ. എന്നാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. ആദ്യം എന്ത് ചെയ്താൽ മതി, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾ എന്തെടുക്കുക, മൈനസ് സൈൻ എടുത്ത് അന്നേരം നമ്മൾ എന്തെടുക്കണം, മൾട്ടിപ്ലൈങ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് എ നെഗറ്റീവ് ഇൻറ്റിജർ വി മൾട്ടിപ്ലൈ ദം ആൻഡ് പുട്ട് എ മൈനസ് സൈൻ ബിഫോർ ദ പ്രോഡക്റ്റ്. വി ദസ് ഗെറ്റ് എ നെഗറ്റീവ് ഇൻറ്റിജർ. നെഗറ്റീവ് ഇൻറ്റിജർ കിട്ടുന്ന മനസ്സിലായല്ലോ, ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ഒരു നെഗറ്റീവ് ഇൻറ്റിജർ. എന്ന് വെച്ചാൽ ഒരു മൈനസ് വന്നാൽ നിങ്ങൾ എന്ത് കൊടുക്കുക, ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് എ നെഗറ്റീവ് integer. Next, multiplication of two negative integer. Two negative integers. Multiplication of two negative integer. Now -3 into -2. അന്നേരം 3 എന്താണ്, നെഗറ്റീവ് സൈൻ, 2 എന്താണ്, നെഗറ്റീവ്. അന്നേരം നിങ്ങൾ ആദ്യം എന്ത് കൊടുക്കണം, പ്രോഡക്റ്റ് ഓഫ് ടു നെഗറ്റീവ് ഇൻറ്റിജർ. നിങ്ങൾ ആദ്യം വി മൾട്ടിപ്ലൈ two negative integer as whole number. 3 into 2 is equal to 6 and put a 2 മൈനസ് വന്നാൽ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ടു നെഗറ്റീവ് ഇൻറ്റിജർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. എന്നാൽ 2 പ്രോഡക്റ്റ് 2 മൈനസ് വന്നാൽ നമുക്ക് എന്ത് കൊടുക്കാം, പ്ലസ് പോസിറ്റീവ് ഇൻറ്റിജർ. അന്നേരം ആദ്യം എന്തെടുക്കണം, ദ പ്രോഡക്റ്റ് ഓഫ് ടു നെഗറ്റീവ് ഇൻറ്റിജർ ഈസ് എ പോസിറ്റീവ് integer. We multiply two negative integer as a whole numbers and put the positive sign before the product. പ്രോഡക്റ്റിൻ്റെ മുമ്പിൽ എന്ത് കൊടുക്കണം, 2 മൈനസ് വന്നാൽ പ്ലസ്, 1 മൈനസ് വന്നാൽ മൈനസ്. ഇങ്ങനെയാണ് 2 നെഗറ്റീവ് നമ്പേഴ്സ്. നമുക്ക് ഈസിയാണ്. 3 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 മൈനസ് വന്നാൽ നിങ്ങൾ എന്ത് കൊടുക്കുക, പ്ലസ് കൊടുക്കുക. ഇവിടെ 1 മൈനസ് വന്നാൽ നിങ്ങൾ എന്ത് കൊടുക്കുക, മൈനസ് കൊടുക്കുക. ഇനി അടുത്തത് -6 into -5. എന്നാൽ 6 into 5 30. 2 മൈനസ് വന്നാൽ എന്ത് കൊടുക്കുക, പ്ലസ്. അന്നേരം 2 നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും,
പോസിറ്റീവ് നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. ഒരു പോസിറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നെഗറ്റീവ് നമ്പറാണ് കിട്ടുന്നത്. എന്നാൽ നിങ്ങൾ വേഗം പഠിക്കാനുള്ള ഇതെന്ന് പറഞ്ഞാൽ ഒരു മൈനസ് വന്നാൽ മൈനസ്, രണ്ട് മൈനസ് വന്നാൽ പ്ലസ്. ഇനി മൂന്ന് മൈനസ് വന്നാൽ എന്ത് കിട്ടും? -1 ഇൻറ്റു -2 ഇൻറ്റു -3. എന്നാൽ ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 2 2, 2 ഇൻറ്റു 3 6. എന്നാൽ മൂന്ന് മൈനസ് വന്നാൽ നിങ്ങൾ എന്ത് കൊടുക്കുക? മൈനസ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഓഡ് നമ്പർ വന്നു, ഒരു മൈനസ്, മൂന്ന് മൈനസ്. ഇനി 4 മൈനസ് വന്ന് വെച്ചു. -1 -2 -3 -4. എന്നിട്ട് ഇവിടെ എത്ര മൈനസ് ഉണ്ട്? 4 മൈനസ് ഉണ്ട്. എന്നിട്ട് ആദ്യം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 2 2, 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 4 24. എന്നിട്ട് 4 മൈനസ് വന്നാൽ പ്ലസ് കൊടുക്കുക. ഇനി 5 മൈനസ് വന്നാൽ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കുക. 6 മൈനസ് വന്നാൽ നമ്മൾ എന്ത് കൊടുക്കണം? പ്ലസ് കൊടുക്കുക അല്ലേ? അന്നേരം നമുക്ക് അതിനകത്തുനിന്ന് എന്ത് കിട്ടും? ഇഫ് ദ നമ്പർ ഓഫ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഈസ് ദ പ്രോഡക്റ്റ് ഈസ് ഈവൻ, ദെൻ ദ പ്രോഡക്റ്റ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഇഫ് ദ നമ്പർ ഈസ് നെഗറ്റീവ് ഇൻറ്റിജർ ഇൻ എ പ്രോഡക്റ്റ് ഈസ് ഓഡ്, ദെൻ പ്രോഡക്റ്റ് ഈസ് നെഗറ്റീവ് ഇൻറ്റിജർ. ഇവിടെ 1 2 3 4 4 ഈവൻ നമ്പർ, 4 മൈനസ് എന്ന് പറയുന്നത് 4 ഈവനാണ് അല്ലേ? അന്നേരം പ്ലസ് വരും. ഇവിടെ 1 2 3 3 മൈനസ് വന്നു, അത് ഓടാണ്, അന്നേരം മൈനസ് വന്നു. എന്നാൽ നമ്മൾ എത്ര മൈനസ് ഉണ്ടെന്ന് നോക്കണം. 6 മൈനസ് ഉണ്ടെങ്കിൽ എന്തെടുക്കും? പ്ലസ് ആണ് വരുന്നത്. ഇപ്പം 7 മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യും? 7 എന്ന് പറയുന്നത് ഓടല്ലേ, അന്നേരം മൈനസ് വരും. എന്നാൽ നമുക്ക് വേഗം അത് കണ്ടുപിടിക്കാനായിട്ട് പറയും. എന്നാൽ പ്രോഡക്റ്റ് ഓഫ് 3 ഓർ മോർ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. എന്നാൽ -4 ഇൻറ്റു -3 ഇൻറ്റു -8. എന്നിട്ട് ഇവിടെ എത്ര നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്? 3 ഉണ്ട്. 3 വന്നാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ്. ഇനി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 3s are 12, 12 8s are 96. നമുക്ക് വേഗം ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് -5 ഇൻറ്റു -4 ഇൻറ്റു -3 ഇൻറ്റു -2. ഇങ്ങനെ വന്നാൽ നമുക്ക് എത്ര? 4 മൈനസ് ഉണ്ട്. 4 മൈനസ് വന്നാൽ പ്ലസ്. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 4s are 20, 20 ഇൻറ്റു 3 60, 60 ഇൻറ്റു 2 120. ഇതേ ഉള്ളൂ നമ്മൾ പറഞ്ഞ്. എന്താണ്? ഇഫ് ദ നമ്പർ ഓഫ് നെഗറ്റീവ് ഇൻറ്റിജർ ഈസ് ദ പ്രോഡക്റ്റ് ഈസ് ഈവൻ, ദെൻ ദ പ്രോഡക്റ്റ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഇവിടെ ഈവൻ ആണെങ്കിൽ എന്ന് വെച്ചാൽ 1 2 3 4 എന്ന് പറഞ്ഞാൽ ഈവൻ ആണ്. ഈവൻ ആണെങ്കിൽ എന്ത് കിട്ടും? പ്രോഡക്റ്റ് എന്താണെന്ന് പറയാം? പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയാം. ഇഫ് ദ നമ്പർ ഓഫ് നെഗറ്റീവ് ഇൻറ്റിജർ, ഇവിടെ 1 2 3, ഇതെന്താണ്? ഓടാണെങ്കിൽ ദെൻ ദ പ്രോഡക്റ്റ് ഈസ് നെഗറ്റീവ് ഇൻറ്റിജർ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് വേഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇങ്ങനെ പ്രോഡക്റ്റ് ഓഫ് 2 3 ഓർ മോർ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. അന്നേരം നമ്മൾ പ്രോപ്പർട്ടിയിലോട്ട് കിടക്കുകയാണ്. നമ്മൾ ഏതൊക്കെ പ്രോപ്പർട്ടി പഠിച്ചു? ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഐഡൻറ്റിറ്റി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, അഡിറ്റീവ് ഐഡൻറ്റിറ്റി, ഇതെല്ലാം നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണെന്നോ, അതിനകത്തൊരു മൾട്ടിപ്ലിക്കേഷനുമുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, അഡീഷനും ഉണ്ട്. അതായത് വി നോ 6 ഇൻറ്റു 10 + 2. നോക്കിയാൽ നിങ്ങൾക്കറിയാം 6 ഇൻറ്റു 10 + 2 എന്താണ്? 12. 12 6 ആർ എത്ര കിട്ടും? 72 കിട്ടി. നമുക്ക് 72 കിട്ടിയല്ലോ. ഇനി നമ്മൾ വേറെ തരത്തിൽ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നോക്കിയേ, 6 ഇൻറ്റു 10 പ്ലസ് 6 ഇൻറ്റു 2. അന്നേരം എന്ത്? 6 ഇൻറ്റു 10 എത്ര? 60. 6 ഇൻറ്റു 2 എത്ര? 12. അന്നേരം നമുക്ക് എന്ത് കിട്ടി? 72 കിട്ടി. അന്നേരം ഇത് രണ്ടും നമ്മളിവിടെ ഈ പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്നാൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളാദ്യം എ ഇൻറ്റു ബി പ്ലസ് സി, എ ബി സി ആർ ഇൻറ്റിജേഴ്സ്,
എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽസ് എ ഇൻറ്റു ബി. ടീച്ചർ ഇങ്ങനെ ആരോ തന്നേക്കുന്നത് എ ഇൻറ്റു ബി, ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് എ ഇൻറ്റു സി. എന്നാൽ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളതിനെ ഓരോന്നിനെയും നിങ്ങൾ എന്ത് കൊടുക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അതേപോലെ വേറെ നോക്കി എ ഇൻറ്റു ബി മൈനസ് സി. അന്നേരം നമുക്ക് എന്ത് കിട്ടും, എ ഇൻറ്റു ബി, ഇവിടെ മൈനസ് ആണ്, മൈനസ് എ ഇൻറ്റു സി. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. ഇവിടെ മൾട്ടിപ്ലിക്കേഷനുമുണ്ട് അഡീഷനും ഉണ്ട്. അന്നേരം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും നമുക്ക് കിട്ടും. ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹെൽപ്പ് us ടു മേക്ക് അവർ കാൽക്കുലേഷൻസ് ഈസിയർ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയൊക്കെ പഠിക്കുന്നതിൻ്റെ കാരണം എന്താ, ഇത് നമുക്ക് എപ്പോഴേലും കണക്കൊക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പമാക്കാനാണ്, കാൽക്കുലേഷൻ ഈസിയർ ആക്കാനാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയൊക്കെ പഠിക്കുന്നത്. അന്നേരം ദീസ് പ്രോപ്പർട്ടീസ് ഹെൽപ്പ് us ടു മേക്ക് അവർ കാൽക്കുലേഷൻസ് ഈസി ആക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ 3 ഇൻറ്റു 25 പ്ലസ് 75 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നെന്ന് വെച്ചു. എന്നാൽ നമുക്ക് എന്തെടുക്കാം, 25 75 ആഡ് ചെയ്താൽ എത്ര കിട്ടും, 100. 3 ഇൻറ്റു 100 300. നമുക്ക് ഇങ്ങനെ വന്ന് വേഗം ഇങ്ങനെ ചെയ്യാം. അല്ലാത്ത സമയത്ത് നമുക്ക് പറയാം 3 ഇൻറ്റു 25 പ്ലസ് 3 ഇൻറ്റു 75 ഇങ്ങനെ വരുന്നത്. എന്നാൽ നിങ്ങൾ 3യെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3യെ 75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ആഡ് ചെയ്യണം. അതിൽ നല്ലത് നമുക്ക് ഈ രണ്ടെണ്ണത്തിനകത്ത് എന്തുണ്ട്, 3 ഉണ്ട്. 3 കോമൺ ആയിട്ട് എടുത്തു. ബാക്കി എത്ര ഉണ്ട്, 25 പ്ലസ് ആണെങ്കിൽ പ്ലസ് 75. നമുക്കറിയാം 3 ഇൻറ്റു 25 പ്ലസ് 75 എന്താണ്, 100. 300. അന്നേരം നമുക്ക് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ള സമയത്ത് നമുക്കിങ്ങനെ കോമൺ ആയിട്ടുള്ളത് വെളിയിലെടുത്തിട്ട് വേഗം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അന്നേരം ഇതെന്തെടുക്കും, നമ്മുടെ കാൽക്കുലേഷൻ എന്താക്കുന്നു, ഈസിയർ ആക്കുന്നു അല്ലേ. അന്നേരം ഇവിടെ എന്താണ്, അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റിജേഴ്സ് ഷോ എ പ്രോപ്പർട്ടി കാൾഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ഫോർ എനി 3 ഇൻറ്റിജേഴ്സ് എ ബി സി. മനസ്സിലായല്ലോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. അന്നേരം അതായത് നമുക്കൊരു ക്വസ്റ്റിനകത്ത് വരുമ്പോൾ നമ്മൾ ഏത് പ്രോപ്പർട്ടി ഉപയോഗിക്കണമെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. ഇപ്പോൾ 4 ഇൻറ്റു 3 മൈനസ് 8 ഇത് വരുമ്പോൾ നമുക്ക് ഇത് ബ്രാക്കറ്റാണ് വന്നേക്കുന്നത്. എന്നാൽ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ വരച്ച് ചെയ്താൽ നിങ്ങൾക്ക് തെറ്റാതെ ചെയ്യാനായിട്ട്. എന്നാൽ നമുക്ക് എന്ത് കിട്ടും, 4 ഇൻറ്റു 3 ഇവിടെ മൈനസ് 4 ഇൻറ്റു 8. എന്നാൽ 4 ഇൻറ്റു 3 എന്താണ്, 12 മൈനസ് 4 ഇൻറ്റു 8 എന്താണ്, 30. എന്നാൽ 12ൽ നിന്ന് 32 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ഇതിനെ വേണമെങ്കിൽ 12 പ്ലസ് മൈനസ് 32. ടീച്ചർ പറഞ്ഞില്ലേ മൈനസ് ഒന്ന് ഇവിടെ പ്ലസ് ആക്കിയിട്ട് മൈനസ് ഇടും. അന്നേരം പോസിറ്റീവ് ഇൻറ്റിജർ നെഗറ്റീവ് ഇൻറ്റിജർ വന്നാൽ നമ്മൾ എന്തെടുക്കണം, ഡിഫറൻസ് 32ൽ നിന്ന് 12 മൈനസ് ചെയ്യുമ്പോൾ 20. പുട്ട് എ ബിഗർ നമ്പർ സൈൻ -20. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കാണാം, നമുക്ക് വേഗം ഒന്ന് ചെയ്യാൻ തക്കവണ്ണം വേറൊരു ക്വസ്റ്റ്യൻ തന്നാൽ ചിലപ്പോൾ നമുക്ക് പറ്റുന്നത് 25 ഇൻറ്റു 37 പ്ലസ് 25 ഇൻറ്റു 63 ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ. എന്നാൽ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെന്തെടുക്കണം, നമ്മൾ നോക്കണം ഇതൊരു ടേം ഇതൊരു ടേം, രണ്ട് ടേമിനകത്തും കോമൺ ആയിട്ട് എന്ത് കിടപ്പുണ്ട്, 25 കിടപ്പുണ്ട്. എന്നാൽ നമ്മളെന്തെടുത്തു, 25 കോമൺ ആയിട്ട് ഇങ്ങെടുത്തു, അടുത്ത ബ്രാക്കറ്റ് എഴുതും. ഇവിടെ അന്നേരം ബാക്കിയുണ്ട് 37, ഇവിടെ എന്തുകൊണ്ട് 63. അന്നേരം 25 ഇൻറ്റു 37 പ്ലസ് 63 എന്താണ്, 100 സിക്കൽ ടു എത്ര കിട്ടും, 2005. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി.
ഇല്ലെങ്കിൽ നിങ്ങൾ 25നെ 37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 25നെ 63 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. അന്നേരം നമ്മുടെ ആൻസർ എന്ത് കൊടുക്കും? നമുക്ക് ഒരുപാട് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് വേഗം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഏത് ഉപയോഗിക്കുക? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമുക്ക് വേഗമായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, വേരിഫൈ. നിങ്ങൾ വേരിഫൈ ചെയ്യാൻ പറയുക. വേരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? LHSഉം RHSഉം ഈക്വലാണെന്ന് തെളിയിക്കാനായിട്ട് പറഞ്ഞതെന്ന് വെച്ചു. അന്നേരം -30 ഇൻറ്റു 13 + -3 ഈക്വൽ ടു -30 ഇൻറ്റു 30 + -30 ഇൻറ്റു -3. ഇത് വേരിഫൈ ചെയ്യാനാണ് പറയുന്നത്. അന്നേരം വേരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, ഈ സൈനിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. നിങ്ങൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? LHS ഉണ്ട്. LHS ഏതാണ്? -30 ഇൻറ്റു 13 + -3. ഇതാണ് LHS. LHS കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ -30 ഇൻറ്റു 13 + -3 എന്താണെന്ന് കിട്ടും? ഇത് പ്ലസ്, ഇത് മൈനസ് വന്നാൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക. 10. പുട്ട് ബിഗർ നമ്പർ സൈൻ എന്താണ്? പ്ലസ്. -30 ഇൻറ്റു 10 എത്രയാണ്? -300. ഒരു മൈനസ് വന്നാൽ മൈനസ് അല്ലേ കിട്ടുന്നത്? -300. ഇനി നമ്മൾ RHS എടുക്കും. RHS എന്താണ്? -30 ഇൻറ്റു 30 + -30 ഇൻറ്റു -3. ഇതാണ് RHS. നമുക്കൊരു ഇക്വേഷനാണ് തരുന്നത്. ഇതല്ല LHS, ഇതെന്താണ്? RHS. LHS പ്രത്യേകം കണ്ടുപിടിക്കുക, RHS പ്രത്യേകം കണ്ടുപിടിക്കുക. എന്നാൽ നമുക്കറിയാം -30 ഇൻറ്റു 30 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു മൈനസാണ് ഉള്ളത്. എന്നാൽ -13 ഇൻറ്റു 3 390 പ്ലസ് ഇവിടെയും 2 മൈനസാണ്. 2 മൈനസ് വന്നാൽ പ്ലസ് 30 ഇൻറ്റു 3 എന്താണ്? 90. എന്നിട്ട് ഇത് മൈനസ്, ഇത് പ്ലസ് വന്നാൽ നമ്മൾ എന്തെടുക്കണം? ഡിഫറൻസ് 300. പുട്ട് ബിഗർ നമ്പർ സൈൻ. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? LHS -300, RHS എന്ത് കിട്ടി? -300 കിട്ടി. എന്നാൽ നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് മനസ്സിലാക്കാം? LHS = RHS. അതുകൊണ്ട് നമ്മൾ എന്തൊരു നമുക്ക് കിട്ടിയേക്കുന്ന വെരിഫൈ ചെയ്ത റിസൾട്ട്. ഈ റിസൾട്ട് നമുക്ക് എന്ത് കൊടുക്കാം? വെരിഫൈ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വെരിഫൈ ചെയ്ത റിസൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പ്രത്യേകം കണ്ടുപിടിക്കുക, റൈറ്റ് ഹാൻഡ് സൈഡ് പ്രത്യേകം കണ്ടുപിടിക്കുക. എന്നിട്ട് LHS = RHS. അങ്ങനെയാണ് നമ്മൾ വെരിഫൈ ചെയ്ത ആൻസർ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്ത് ടെസ്റ്റിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നിങ്ങൾ തന്നെ അതിരുന്ന് ചെയ്യണം. എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ പോസിറ്റീവ് ആൻഡ് എ നെഗറ്റീവ് ഇൻറ്റിജർ. വൈൽ മൾട്ടിപ്ലൈങ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് എ നെഗറ്റീവ് ഇൻറ്റിജർ, we multiply them as a whole numbers and put a -a before the product. We thus get a negative integer. ടീച്ചർ പറഞ്ഞത് 5 × -6 എന്ന് പറയുമ്പോൾ 5നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു -i ഇട്ട് കൊടുക്കുക. 15 × -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 15നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15, ഒരു മൈനസ് വന്നാൽ എന്ത് കൊടുക്കുക? മൈനസ് കൊടുക്കുക. ഇൻ ജനറൽ ഫോർ എനി ടു പോസിറ്റീവ് ഇൻറ്റിജർ A and B, we can say that a into minus b is equal to minus a into b. എവിടെ മൈനസ് വന്നാലും കുഴപ്പമില്ല, ഇവിടെ മൈനസ് വന്നാലും കുഴപ്പമില്ല, ഇവിടെ മൈനസ് വന്നാൽ കുഴപ്പമില്ല. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്, രണ്ട് നെഗറ്റീവ് ഇൻറ്റിജർ -3 -4, രണ്ട് മൈനസ് വന്നാൽ എന്ത് കിട്ടും? പ്ലസ് 3 × 4 12. -1 × -5 എന്ന് പറഞ്ഞാൽ 1 × 5 5. രണ്ട് മൈനസ് വന്നാൽ പ്ലസ്. ഇൻ ജനറൽ ഫോർ എനി ടു പോസിറ്റീവ് ഇൻറ്റിജർ A and B, -a into -b is equal to എന്തെന്ന് പറയാം? a into b എന്ന് പറയാം. ഇവിടെ രണ്ട് മൈനസ് വന്നാൽ പ്ലസ് ആകും. ദ പ്രോഡക്റ്റ് ഓഫ് 3 or more നെഗറ്റീവ് ഇൻറ്റിജർ -4 -3 -2 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 മൈനസ് വന്നാൽ എന്ത് കിട്ടും? മൈനസ്. എന്നിട്ട് പ്രോഡക്റ്റ് ഓഫ് ടു നെഗറ്റീവ് ഇൻറ്റിജർ പോസിറ്റീവാണ്. പ്രോഡക്റ്റ് ഓഫ് 3 നെഗറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ഇൻറ്റിജർ. പ്രോഡക്റ്റ് ഓഫ് 4 നെഗറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ഇൻറ്റിജർ. 4 നെഗറ്റീവ് ഇൻറ്റിജർ വന്നാൽ പോസിറ്റീവ്. -1 × -1 എന്താണ്? +1. -1 × -1 × -1 3 മൈനസ് വന്നാൽ മൈനസ്.
അതുപോലെ 4 മൈനസ് വന്നാൽ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് കിട്ടും അല്ലേ? ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. Under the addition and multiplication of integers show a property called distributive property. That is, a into b plus c is equal to a into b plus a into c for any 3 integers a, b and c. Now 16 into 10 plus 2 is equal to 16 into 10 plus 16 into 2. That is 16 into 12 is equal to 190. നമുക്ക് 10 into 60 പ്ലസ് മൈനസ് 2 നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം? 10 ഇൻറ്റു 60 പ്ലസ് 10 ഇൻറ്റു മൈനസ് 2 നിങ്ങൾക്ക് തന്നെ ചെയ്യേണ്ടതാണ്. -15 ഇൻറ്റു -7 -15 ഇൻറ്റു -2. അന്നേരം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇത് നല്ലോണം പിന്നെ ഇത് നിങ്ങൾ ഇങ്ങനെ വരച്ച് ചെയ്താൽ നിങ്ങൾക്ക് തെറ്റാതെ എന്തെടുക്കുക ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അന്നേരം അടുത്ത ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ടീച്ചർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. All the children are advised to watch this video once again and write the answers to all the questions in your notebooks. Bye.